ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇറ്റ്സ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പിയും പറയുന്നത് കസ്റ്റർഡാണ്. അപ്പോൾ ഏകദേശം ആൾക്കെല്ലാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറി ഫ്ലേവറിലാണ് ഞാനിവിടെ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ 3.5 ഗ്ലാസ് പാലാണ് ചേർത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ചേർത്തിട്ടുള്ളത് കസ്റ്റർഡിൻ്റെ അളവിനനുസരിച്ചിട്ടാണ്. കസ്റ്റർഡ് അധികം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ പാലിൻ്റെ അളവ് നമുക്ക് കൂടുന്നതാണ്. അങ്ങനെ പാൽ നമുക്ക് തിളപ്പിക്കാൻ വെക്കുക. ഒന്ന് ജസ്റ്റ് തള വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കസ്റ്റർഡ് പൊടി ഇടാനുണ്ട്. അത് ആദ്യം തന്നെ നമുക്കൊരു ഗ്ലാസ്സിൽ ഞാൻ 1/2 ഗ്ലാസ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ ഈ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുള്ളത് ഒരു 2 സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കളറിനനുസരിച്ചിട്ട്. ഇവിടെ സ്ട്രോബെറി ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ. അതിന് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സിലെല്ലാം നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ് നമ്മൾ ഇടുന്നതെങ്കിൽ, പിന്നെ ഡേറ്റ്സ് എല്ലാം ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഷുഗർ. എന്താ വെച്ചാൽ ഓൾറെഡി അതിൽ ഷുഗർ ഉണ്ടാവുമല്ലോ. പിന്നെ പാലൊഴിച്ച് ശേഷം നമുക്ക് പാലിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണമല്ലോ. പാല് കട്ട പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള കസ്റ്റർഡ് മിക്സ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർക്കുക, ഇളക്കിക്കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് എനിക്കത് പറ്റിയിട്ടില്ല. ബട്ട് ഞാൻ അപ്പോഴൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും. നമ്മൾ ആ ചേർത്തപ്പാടന്നെ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ ജസ്റ്റ് കൂട്ടിക്കൊണ്ടും ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ മിക്സ് ഒന്ന് തിക്കായി വന്നാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഒന്ന് തണുത്ത പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൂട്ട്സ് ഇടുന്നതായിട്ട് മുമ്പ് തന്നെ 2 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇതൊന്ന് നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂട് കുറഞ്ഞിട്ട് തണുത്തിട്ടാകുമ്പോഴാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കട്ടാക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം എടുത്തിട്ട് ഇതുപോലെയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ടെല്ലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഈ ഒരു മിക്സ് മെൽട്ടായിട്ടാകുമ്പോൾ സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. കഴിക്കുന്നൊരു ടൈം ആകുമ്പോൾ അതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ചേർത്ത് പിന്നെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് കമൻറ്റ്.